നമസ്കാരം, പുതിയൊരു എപ്പിസോഡുമായി മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം presented by Panasonic Living Kitchen. ചേച്ചിക്ക് ഈ നാടകത്തിനെ കുറിച്ചറിയോ? നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. ഈ സിനിമയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പണ്ടേ തന്നെ നാടകങ്ങളിൽ ഭയങ്കര സജീവമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞ അറിവ് നമുക്കുണ്ട്, വായിച്ച അറിവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. ചേച്ചി വേറെ എന്തെങ്കിലും ചേച്ചിയായിട്ട് കാണാൻ പോയിട്ടുണ്ടോ, ഫാമിലി ആയിട്ടോ? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നാടകം ഇങ്ങനെയൊക്കെ കാണാം, പള്ളികളിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. ഈ പെരുന്നാൾ ഒക്കെ അനുസരിച്ച് അവിടെ പള്ളികളിലൊക്കെ ഇങ്ങനെ നാടകങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. അതെന്താ ചോദിക്കാനൊരു കാരണം, നാടകത്തെ പറ്റി ചോദിക്കാൻ? ഇപ്പം നാടകത്തിൽ കൂടുതലും പല പല കഥകളൊക്കെ എടുത്തിട്ടായിരിക്കും ഈ നാടകം അഭിനയിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു നാടകമാക്കി തീർക്കണതാണ് ഈ പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ആ വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഡീറ്റെയിൽ അറിയില്ല. പാലക്കാടാണ് ഈ നാടകമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. കേരളത്തിലെ പലയിടങ്ങളിൽ കാണപ്പെടാത്ത ഒരു കല ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പാലക്കാട് ജില്ലയിലെ നാടൻ ദൃശ്യ കലാരൂപമായ പൊറോട്ട് നാടകം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ നിന്റെ പേരെന്താ? നിങ്ങൾക്ക് എന്റെ ഇപ്പോഴത്തെ പേരാണ്, പഴയ പേര് വേണം? പഴയ പേര് വേണ്ട, ഇപ്പോഴൊക്കെ ഇംഗ്ലീഷ് പേരാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ എന്നീ സ്ഥലങ്ങളിലാണ് പൊറോട്ട് നാടകം പ്രധാനമായും അരങ്ങേറുന്നത്. സാധാരണമായി മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് ഈ കലാരൂപത്തിലെ പ്രധാന വിഷയങ്ങൾ. പുരുഷന്മാരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നതെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെ വളരെയധികം കഥാപാത്രങ്ങളുള്ള ഒരു കലാരൂപം കൂടിയാണ് ഇത്. ഇതിൻ്റെ പശ്ചാത്തലവാദ്യമായി ഉപയോഗിക്കുന്നത് മൃദംഗം, ചെണ്ട, ഇലത്താളം, ഹാർമോണിയം എന്നിവയാണ്. ഈ കലാരൂപത്തിൽ പാണൻ സമുദായക്കാർക്ക് വലിയ പങ്കുണ്ട്. ഇന്ന് കേരളത്തിലെ പാലക്കാട് അല്ലാതെയുള്ള പലയിടങ്ങളിലും ഈ കല കണ്ടുവരുന്നുണ്ട്. അടുത്തുള്ള തമ്പുരാട്ടിന്റെ കടാസം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ യോഗവും കിട്ടണം. പറഞ്ഞിട്ട് പോയിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്ക് നാട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ പൊറാട്ട് നാടകം എന്നുള്ളത്. ഇത് വേർഡ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? പാലക്കാടിലെ ബേസിക്കലി ഫ്രം പാലക്കാട്. അതിൽ പറയുന്നുണ്ട് പുരുഷന്മാർ മാത്രമാണ് ഈ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് സ്ത്രീവേഷമായാലും പുരുഷവേഷമായാലും തന്നെ ഇവര് ഡബിൾ റോൾ ചെയ്തിട്ടാണ് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു അറിവാണ് അല്ലേ? കാരണം ഇപ്പോൾ നാടകങ്ങളൊക്കെ കുറഞ്ഞു. പണ്ടൊക്കെ നാടക ട്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിനിമയിൽ, ഇന്നസെന്റിന്റെ സിനിമയിൽ, ഇപ്പൊ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന പലവരും ഈ നാടകത്തിൽ നിന്നുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ നാടകത്തിന്റെയൊക്കെ പണ്ട് നാടകം കാണാൻ പോകലും ഫാമിലി ആയിട്ട് ഇരിക്കുന്നതൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്പൊ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഫിലിംസിലാണല്ലോ എല്ലാവരും ഫോക്കസ്, പല ടൈപ്സ് ഫിലിംസ്. പണ്ട് നാടകമൊക്കെ മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വന്നു. ആദ്യം ചിത്രങ്ങൾ വെച്ചായിരുന്നു ഈ ഫിലിമും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മൂവ്മെന്റിലൂടെ ആയി, പിന്നെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമായി, പിന്നെ അത് കളറായി. അങ്ങനെ ഇപ്പൊ എത്തി മോഡേൺ ഇത് നിൽക്കുന്നു. അപ്പൊ ഈ ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ അറിയോ? ഇല്ല, എല്ലാവർക്കും സിനിമ അറിയാം. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. പുള്ളി പ്രൊഡ്യൂസറായിരുന്നു, എഡിറ്ററായിരുന്നു, ഡിറക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെന്താണ് സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ പല ഫീൽഡിലും പുള്ളി ഭയങ്കര ഫേമസ്. പുള്ളിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇപ്പോഴത്തെ ആ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതിലേക്ക് മെയിനായിട്ട് വരാൻ കാരണം പുള്ളിയുടെ പേരിൽ അവാർഡൊക്കെ ഉണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അത് എനിക്കൊന്ന് 10 lakh റുപ്യാണ്. പിന്നെ ഒരു പൊന്നാട അണിയിക്കൽ, അതൊക്കെ വലിയൊരു ഇതാണ്. അപ്പോൾ നമുക്ക് പുള്ളിനെ കുറിച്ച് അറിഞ്ഞിട്ട് വരാം അല്ലെ? പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ആ ഒരു ഹിസ്റ്ററി ഒന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ ഒരുപാട് ഫിലിംസ് കാണാൻ പോകുന്നുണ്ട്, എന്നാലും അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ആരാണ് ഈ വ്യക്തി എന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞ് കാണൂല. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പുള്ളിനെ കുറിച്ച് ഒന്നും അറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് വരാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ രാജാ ഹരിചന്ദ്ര 1913 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ആദ്യത്തെ പൂർണ്ണ ദൈർഘ്യമുള്ള
പുരാണ കഥാപാരമ്പര്യ സിനിമയായിരുന്നു. 1937 വരെ നീണ്ട 19 വർഷങ്ങളിലായി അദ്ദേഹം 94 പൂർണ്ണദൈർഘ്യ സിനിമകളും 27 ചെറു സിനിമകളും നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നത് മോഹിനി ഭസ്മാസുർ, സത്യവാൻ സാവിത്രി, ലങ്കാ ദഹൻ, ശ്രീകൃഷ്ണ ജന്മ, കാളിയമർദ്ദൻ എന്നിവയാണ്. അദ്ദേഹത്തെ ആദരിച്ച് ഇന്ത്യയിലെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും വലിയ ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാൽക്കനെ പറ്റി അറിഞ്ഞു അല്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു അവർക്ക് അധികം ഒന്നും അറിയില്ലായിരിക്കും ഈ ആരാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ എന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു ഇൻഫർമേഷനാണ്. ഫിലിം എല്ലാവരും കാണണമെങ്കിൽ പോലും പുറകിൽ ആരാ ഉള്ളത്. അതെ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, ആരൊക്കെയാണ് അതിന് കോൺട്രിബ്യൂഷൻ കൊടുത്തതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ ചിലപ്പോൾ കേൾക്കണം എന്നില്ല അവരിപ്പോൾ. അത് നല്ലൊരു ഇൻഫർമേഷനാണ്. നമ്മൾ പല പ്രാവശ്യം കേട്ട് മറന്നുപോയൊരു പേരും കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അപ്പോൾ ഒരു നല്ല ഇൻഫർമേഷനാണ്. ചേച്ചിക്ക് ഈ ഓർണമെന്റ്സിനൊക്കെ ഭയങ്കര കാര്യമുള്ളതല്ലേ? ഇഷ്ടമാണ് ഇടാൻ. അത് ഗോൾഡ് തന്നെ ആവണമെന്നൊന്നുമില്ല, എന്നാലും നല്ല അത്യാവശ്യം കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ എടുക്കുമല്ലോ. ചേച്ചിയുടെ ആക്സസറീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചോദിച്ചത്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കുക, അത്ര ഹെവി ആയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമാണല്ലോ, നമ്മളെല്ലാവർക്കും എസ്പെഷ്യലി ലേഡീസിന് ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടൊക്കെ വാങ്ങും. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഇപ്പോൾ കോഹിനൂർ എന്ന് പറയുന്ന ഒരു ഡയമണ്ടിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈയിടെയായിട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചേച്ചിക്ക് അറിയൂ? കോഹിനൂർ രത്നങ്ങൾ നമ്മളെപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് നമ്മളെപ്പോഴും ഇപ്പോൾ അതിൻ്റെ കൈവശത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ളത് ബ്രിട്ടീഷ് രാജകുടുംബത്താണ്. അവർക്ക് അതിൻ്റെ ഇതുള്ളത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലായിരുന്നു അത്. ഇപ്പം അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയതാണെന്നൊക്കെ പറയുന്നു. ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട് അത് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ. പക്ഷെ എവിടം വരെ എത്തിയെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് അതിനെ പറ്റിയായിരിക്കും അല്ലേ, നമുക്ക് കോഹിനൂരൊക്കെ നോക്കിയിട്ട് വരാം. അതെ അതെ. കോഹിനൂർ എന്ന അമൂല്യമായ രത്നത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോഹിനൂർ എന്നാൽ മൗണ്ട് ഓഫ് ലൈറ്റ് എന്നാണ് അർത്ഥം. കോഹിനൂർ എന്ന പേര് നൽകിയത് പേർഷ്യൻ രാജാവായ നാദിർ ഷാ ആണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുടെ ആന്ധ്രാപ്രദേശിലുള്ള കൊല്ലൂർ ഖനനിയിൽ നിന്നും ഈ രത്നം ഖനനം ചെയ്തെടുക്കുകയും പിന്നീട് കാകതീയ രാജവംശത്തിന് ലഭിക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം അധിനിവേശകാലത്ത് തുഗ്ലക് ഭരണാധികാരിയായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ സേനാനായകനായ ഉല്ലു ഖാൻ തൻ്റെ തെക്ക് കിഴക്കൻ അധിനിവേശത്തിൻ്റെ ഭാഗമായി കാകതീയ രാജാവിൽ നിന്നും ഈ രത്നം കൊള്ളയടിച്ചു. പിന്നീട് സുൽത്താനേറ്റ് ഭരണാധികാരികളുടെ കാലത്ത് രത്നം മുഗൾ രാജാവായ ബാബർ 1526 ഉപയോഗിച്ചു. പിന്നെ അത് ഷാജഹാൻ തൻ്റെ മയൂർ സിംഹാസനത്തിനെ അലങ്കരിച്ചിരുന്നു. ഔറംഗസേബ് പിതാവായ ഷാജഹാനെ വധിച്ച് രത്നം സ്വന്തമാക്കിയെങ്കിലും 1739 നാദിർ ഷാ ഇത് കൈക്കലാക്കി. നാദിർ ഷയെ വധിച്ച് മിർസ ഷാറൂഖ് രത്നം കൈവശമാക്കി. അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനി ദുറാനി എന്ന പ്രദേശത്തിൻ്റെ സ്ഥാപകനും മിർസയുടെ മകനുമായ അഹമ്മദ് ഷാ അബ്ദാലി പിതാവായ മിർസയുടെ ദുർമരണത്തിന് ശേഷം രത്നത്തിൻ്റെ അവകാശിയായി തീർന്നു. 1809 5ാമത്തെ ദുറാനി രാജാവായ ഷാഷുജ അർദ്ധ സഹോദരനായ മുഹമ്മദ് ഷായോട് പരാജയപ്പെട്ട് ലാഹോറിലെ സിഖ് നേതാവായ രഞ്ജിത്ത് സിംഗിൽ അഭയം തേടി. രഞ്ജിത്തിന് അതിനുള്ള പ്രത്യുപകാരമായി ഷൂജ കോഹിനൂർ സമ്മാനിച്ചു. അങ്ങനെ വീണ്ടും രത്നം ഭാരതത്തിൽ എത്തിച്ചേർന്നു. 1849 ബ്രിട്ടീഷുകാർ സിഖുകാരെ തോൽപ്പിച്ചു. അങ്ങനെ ഭാരത മണ്ണിൻ്റെ അമൂല്യ രത്നം പല കൈകൾ മറിഞ്ഞ് ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. ബ്രിട്ടീഷ് രാജാവായ ആൽബർട്ടിനാണ് രത്നം ലഭിച്ചത്. ആൽബർട്ട് തൻ്റെ രാജ്ഞിയായ വിക്ടോറിയയ്ക്ക് രത്നം സമ്മാനിച്ചു. അങ്ങനെ 1877 രാജ്ഞിയുടെ കിരീടത്തിൽ രത്നം കയറിപ്പറ്റി. ഇന്നും ബ്രിട്ടീഷ് രാജ്ഞിമാർ പാരമ്പര്യമായി കൊഹിനൂർ പതിച്ച കിരീടത്തിൻ്റെ അവകാശികളായി തുടരുന്നു. ഇപ്പോൾ രത്നം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലെ ടവർ ഓഫ് ഇംഗ്ലണ്ട് എന്ന മ്യൂസിയത്തിൽ കാവൽക്കാരുടെ അകമ്പടിയിലാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലണ്ടനിലെ ഒരു മ്യൂസിയത്തിലാണ് ഇപ്പോൾ നിലവിലത് സ്ഥിതി ചെയ്യണത്. പക്ഷേ ഈ രത്നത്തിനെ കുറിച്ച് പല സ്റ്റോറികളും വരുന്നുണ്ട്. ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ ഖനനം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ രത്നം എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോറി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാർ ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോഴേക്കും അവിടെ വെച്ച് ആ വെള്ളത്തിലൊരു തിളക്കം കണ്ട് ആ ഒരു രത്നം കൊണ്ട് അവരൊരു രാജാവിൻ്റെ കയ്യിൽ കൊടുത്തെന്നൊക്കെയാണ് കുറെ ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണത്. നമ്മുടേതാണ്, എന്നാൽ പോലും
തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ അല്ല കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അല്ലെ അത് അതിന്റെ ഫൈനൽ നമുക്കറിയില്ല, എന്താണെന്ന് നമുക്കറിയില്ല. അറിയാം. അപ്പം എന്തായാലും വരുന്ന പോലെ വരട്ടെ. നമുക്ക് ആ രത്നത്തെ പറ്റി അറിയാൻ കഴിഞ്ഞു. പിന്നെ അതുമല്ല നമുക്ക് അഭിമാനിക്കാതെ നമ്മുടെ ഇവിടെ നിന്നും കൊണ്ടുപോയതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഇന്ത്യൻസിനും അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. നമുക്കതിൽ എന്താ പറയുക, അഭിമാനം കൊള്ളാം അല്ലേ. അത് വരണ പോലെ വരട്ടെ. എന്താണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗോൾഡും ജുവലറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യത്തെ പറ്റിയിട്ട് മേഘോട് പറയാം. വേസ്റ്റ് ഇസ് ഗോൾഡ്. വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വേസ്റ്റ്, മാലിന്യം, അതൊരു ഗോൾഡൊക്കെ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ജുവലറി എന്നുള്ള മീനിങ്ങിലല്ല, അത് അത്രയും ഒരു പ്രഷ്യസ് ആക്കി മാറ്റുന്നു വെച്ചാൽ ആ വേസ്റ്റിനെ അവർ, അതായത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർ ഈ മാലിന്യക്കും നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ പ്രോബ്ലംസ് ആണല്ലോ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് മാനേജ്മെന്റ് ഒക്കെ. അപ്പോൾ ഈ ബാംഗ്ലൂരിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനി, അത് അവർ 2017 സ്റ്റാർട്ട് ചെയ്തതാണ് ആ കമ്പനി. അപ്പോൾ അവരും ചില ഈ മാലിന്യത്തെ ഒക്കെ ഭയങ്കര മാറ്റിയെടുക്കുന്നവർ എവിടെയാണോ ഈ വേസ്റ്റ് ഉള്ളത് അവിടെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് അവർ പ്രോസസ്സ് ചെയ്യുവാണ്. അതിന് ഭയങ്കര ഹൈ സ്പീഡ് ആയിട്ട് അവർ അതിന് ജൈവവളങ്ങളൊക്കെ ഒരു ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ജൈവവളമാക്കി മാറ്റുന്നു നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ. അപ്പോൾ അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അല്ലേ. ഈ ജൈവ സംഭവങ്ങൾ ഫുഡ് വേസ്റ്റൊക്കെ അവർ ജൈവ മാലിന്യമാക്കി മാറ്റും. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച്, ആ കമ്പനിയെ കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് വരാം. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. വേസ്റ്റ് ഇസ് ഗോൾഡ് എന്ന ഒരു മാലിന്യ സംസ്കരണ കമ്പനി മാലിന്യ സംസ്കരണ ആശങ്ക പരിഹരിക്കുന്നതിനായി ഒരു പ്രത്യേക സാങ്കേതിക പരിഹാരം കണ്ടെത്തി. ഈ സാങ്കേതിക വിദ്യ വെറും 8 മണിക്കൂറിനുള്ളിൽ മാലിന്യത്തെ പോഷക സമ്പുഷ്ടമായ കമ്പോസ്റ്റാക്കി മാറ്റുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പാണ് വേസ്റ്റ് ഇസ് ഗോൾഡ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിശ്വസനീയമായ പരിഹാരം നൽകുക എന്നതാണ് അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ലക്ഷ്യം. വേസ്റ്റ് ഇസ് ഗോൾഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2017 സ്ഥാപിതമായ ഒരു പരിസ്ഥിതി സാങ്കേതിക കമ്പനിയാണ്. എല്ലാത്തരം മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ കുറയ്ക്കുന്നതിനും വിശ്വസനീയവും ദീർഘകാലം നിലനിൽക്കുന്നതും പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയവുമുള്ള ഉപദേശകരുടെയും നിക്ഷേപകരുടെയും ഒരു സംഘത്തിൻ്റെ സഹായത്തോടെ മാലിന്യവുമായി ബന്ധപ്പെട്ട എല്ലാ പരിഹാരങ്ങൾക്കുമുള്ള ഏക പരിഹാരമായി വേസ്റ്റ് ഇസ് ഗോൾഡ് അതിവേഗം മാറുന്നു. മാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ദൗത്യത്തോടെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, കോർപ്പറേറ്റ് ക്യാമ്പസുകൾ, ഹോട്ടലുകൾ, യൂണിവേഴ്സിറ്റികൾ, നഗര മുനിസിപ്പാലിറ്റികൾ എന്നിവയിലുടനീളം വിന്യസിച്ചിരിക്കുന്ന 300-ലധികം കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വൃത്തിയുള്ളതും വേഗതയേറിയതും അളക്കാവുന്നതുമായ വികേന്ദ്രീകൃതവും ഓൺസൈറ്റ് കമ്പോസ്റ്റിംഗും അവർ പ്രാപ്തമാക്കുന്നു. മാലിന്യം ഒരു പ്രശ്നമാകാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതില്ല. അത് എവിടെയാണോ അവിടെ തന്നെ തുടരുകയും ഒരു പരിഹാരമായി മാറുകയും ചെയ്യും. 2021 മുതലുള്ള സർക്കാർ കണക്കുകൾ പ്രകാരം ഇന്ത്യ 62 ദശലക്ഷം ടണ്ണിലധികം മുനിസിപ്പൽ ഖരമാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള മാലിന്യ കൂമ്പാരങ്ങൾ നിർത്തലാക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള കമ്പനീസൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ബാംഗ്ലൂരാണ്, അതുപോലെ നമ്മുടെ നാട്ടിലായാലും ഒരുപാട് പുതിയ കമ്പനീസ്, സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ വരുന്നുണ്ട്. ക്ലീൻ കേരള. അതെ. അപ്പോൾ അത്തരം കമ്പനീസൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഒരു കോർപ്പറേഷൻ ആവശ്യമാണ്. കാരണം നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെ കമ്പനിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ എളുപ്പമാണ് അല്ലേ, അത് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും അതൊരു ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായി. അതെ അതെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇന്ന് പങ്കുവെച്ചത്? നമ്മൾ നാടകം അറിഞ്ഞു അല്ലേ, സിനിമയെ പറ്റി അറിഞ്ഞു, രത്നങ്ങളെ പറ്റി, രത്നത്തെ പറ്റി അറിഞ്ഞു. അവസാനം നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുവാണ് നമ്മുടെ വേസ്റ്റിനെ പറ്റിയിട്ട് അല്ലേ. ഫുഡ് വേസ്റ്റ് ആയാലും എന്ത് വേസ്റ്റ് ആയാലും നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ എൻവയറോൺമെൻറ്റിനെ ക്ലീൻ ആക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് മാത്രമല്ല, ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല അല്ലേ, ജീവജാലങ്ങളും അല്ലേ, ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ദോഷകരമാണ് നമ്മൾ ഈ വേസ്റ്റ് ഇടുന്നതൊക്കെ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി, പുതിയ കഥകളുമായി മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള വീണ്ടും വരുന്നതാണ്. പ്രസന്റഡ് ബൈ പാനസോണിക് ലിവിംഗ് കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബൈ.